ഓക്കെ, നമസ്കാരം. ഞാൻ രാജീവ്. വീണ്ടും നമ്മളൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ കാർഷിക വീഡിയോ ആണ്. എൻ്റെ സുഹൃത്ത് ടോമിയുടെ പറമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ആലക്കോടാണ്. നമ്മൾ വിത്ത് തേങ്ങ എങ്ങനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ ഒരു പരിമിതമായ അറിവ് നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അപ്പം ഇപ്പോൾ ഇത് നമ്മുടെ ടോമിയുടെ പറമ്പാണത്. ഇപ്പോൾ പുള്ളിക്ക് ഒരു ആവറേജ് ഒരു അത്യാവശ്യം നല്ല തെങ്ങുകളുണ്ട്. അപ്പം നമുക്ക് വിത്ത് തേങ്ങ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഏറ്റവും നല്ല കായ്ഫലമുള്ള തെങ്ങിൻ്റെ 10 തേങ്ങ മേടമാസത്തിലെ എടുത്ത് പാകുക. മാർച്ച് ഏപ്രിൽ മാസത്തിലെ തേങ്ങ ഇറക്കി പാകി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് കിട്ടും. അങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കണ്ടുപിടിക്കും. ഇത് ത്രികോണ തേങ്ങ എന്ന് പറയുന്നത് വെച്ചാൽ ഇങ്ങനെ 3 വശവും പരന്നിട്ട് ഇരിക്കുന്ന തേങ്ങ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ തേങ്ങകൾ വിത്ത് തേങ്ങയ്ക്ക് എടുക്കാതിരിക്കുക. നമ്മൾ തേങ്ങ തുടങ്ങിയപ്പോൾ ഇതുണ്ടോ, ഇത് നല്ല റൗണ്ടുള്ള തേങ്ങ, ഇങ്ങനെ ചുറ്റുവട്ടം ഉരുണ്ടിരിക്കും. ഇതുപോലത്തെ തേങ്ങകൾ ഇതിപ്പോൾ ഇച്ചിരി മൂക്കണം. അപ്പോൾ ഇത് ഞാൻ സാമ്പിൾ കാണിക്കാം. അപ്പം എപ്പോഴും ഉരുണ്ട തേങ്ങകൾ എടുക്കുക. ഇത് ത്രികോണ തേങ്ങയാണ്. അപ്പോൾ ത്രികോണ തേങ്ങ നമ്മൾ പാകാൻ എടുക്കാതിരിക്കുകയാണ്. ഇത് പൊതിച്ച് കഴിയുമ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോഴാണെങ്കിൽ തന്നെയാണെങ്കിലും തൊണ്ടോടുകൂടി വാങ്ങിക്കുമ്പോൾ ത്രികോണ രീതിയിൽ കാണുന്ന തേങ്ങ അതിനകത്ത് ഉള്ളു കുറവായിരിക്കും. അപ്പം ഇതുപോലെ റൗണ്ടായിട്ടുള്ള എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ തേങ്ങ എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതൊരു മൂത്ത തേങ്ങയാണ്. അപ്പം ഇത് നമ്മൾ വിത്ത് തേങ്ങ ഉപയോഗിക്കുന്നതിന് മുമ്പ്, വിത്തിന് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് സ്വന്തം ആവശ്യമായതുകൊണ്ട്, നമ്മൾ കർഷകരായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ വെള്ളത്തിലേക്ക് ഇടുക. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഈ തേങ്ങ ചെരിഞ്ഞു പോകാതെ ഇങ്ങനെ നിവർന്ന് വരുന്ന ആ 70 ഡിഗ്രി മുതൽ 90 ഡിഗ്രി വരെ ഈ തേങ്ങ നിവർന്ന് നിൽക്കും. അപ്പം ഈ നിവർന്ന് നിൽക്കാത്ത തേങ്ങ നമ്മൾ വിത്തിനെടുക്കരുത്. തേങ്ങ അതിന് ശേഷം ആ തേങ്ങ സെലക്ട് ചെയ്തിട്ട് അത് തേങ്ങ പറ്റുമെങ്കിൽ ഈ രീതിക്ക് പാകുക. കാരണം നമ്മളിപ്പോൾ ഒരു തേങ്ങ സാധാരണ കിടക്കുന്ന രീതിക്ക് തന്നെ പാകുക. ഇങ്ങനെ തന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തേങ്ങാവെള്ളം എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ മുള വരുമ്പോൾ അതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊട്ടാസ്യം നമുക്ക് ഈ തെങ്ങിൻ തൈയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ പാകുമ്പോൾ എന്നാ വെച്ചാൽ നമുക്ക് സ്ഥലം കിട്ടും. ഗ്രോ ബാഗിലൊക്കെ പാകുന്നെങ്കിൽ. പക്ഷെ അന്നേരം ഈ പൊങ്ങ് ഇതിനകത്ത് ഫോം ചെയ്യുമ്പോൾ അതിന് ഒരു കൊല്ലത്തേക്കുള്ള മൂലകങ്ങളെല്ലാം തെങ്ങിൻ തൈക്ക് കിട്ടുന്ന പൊങ്ങിന്ന്. അപ്പം ഇതിനകത്തെ വെള്ളം അതിന് ശരിക്കും അബ്സോർവ് ചെയ്യാൻ പറ്റാണ്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മുടെ സ്വന്തം ആവശ്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ പാകിക്കൊള്ളുക. ഇങ്ങനെ പാകുക. ഏറ്റവും നല്ല ഉൽപ്പാദനം ഉള്ളതെന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസത്തെ തേങ്ങയാണ്. അപ്പോൾ അത് ഇറക്കി പാകി നമ്മുടെ ചുറ്റുവട്ടത്തെ ഏറ്റവും നല്ല ഓയിൽ കണ്ടൻറ്റ്, മെച്ചപ്പിടുത്തം, അതുപോലെ തന്നെ തേങ്ങയുടെ ക്വാളിറ്റി, തെങ്ങിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ പാകി കഴിഞ്ഞാൽ വളരെ ചിലവ് കുറഞ്ഞ് നമുക്ക് ഏറ്റവും നല്ല ഉൽപ്പാദനശേഷിയുള്ള തെങ്ങ് നമുക്ക് കിട്ടും. ഓക്കെ. അല്ല, ഇവിടെ എങ്ങനെ നടന്നത്? എങ്ങനെയാണ്? ഗ്രോ ബാഗാണ് പറഞ്ഞത്? ഗ്രോ ബാഗിൽ നടേണ്ടവർക്ക് ഗ്രോ ബാഗിൽ നടാം. ഇപ്പം നമുക്ക് സൗകര്യം, ഇപ്പം നമുക്ക് ഗ്രോ ബാഗ് ഉള്ളെങ്കിൽ നമ്മൾ ഈ തേങ്ങ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം വെള്ളത്തിലിട്ട് നോക്കിയിട്ട് എന്തെങ്കിലും രീതിയിൽ ചെരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ എടുക്കരുത്. അതിനകത്ത് കണ്ണിൽ വെള്ളം കയറുന്നുണ്ട്. ഇല്ലെങ്കിൽ അതെടുത്ത് ഗ്രോ ബാഗിൽ ഇങ്ങനെ പാകാം. അതല്ല, നമുക്ക് സ്ഥലം കുറച്ചുണ്ടെങ്കിൽ മണലിൽ കിടത്തി പാകുക. മണൽ മാത്രം മതിയോ? മണൽ മാത്രം മതി. മണലാണെന്ന് വെച്ചാൽ വീണ്ടും പറിച്ചെടുക്കാനുള്ള എളുപ്പത്തിനുണ്ട്. അപ്പോൾ അത് കിടത്തി പാകുക. അപ്പോൾ നമുക്കത്, അല്ലെങ്കിൽ വലിയ സിമെന്റ് യാക്കില്ലേ, സിമെന്റ് യാക്കിനകത്താണ് കിടത്തി വയ്ക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് പാകി മുളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിട്ടുന്നതിന് നമ്മുടെ നാട്ടിലെ ശരാശരി നമ്മുടെ മണ്ണിൻ്റെ pH 5.5 to 6 നമ്മുടെ ഇവിടുത്തെ തൊടുപുഴ ഏരിയയിലൊക്കെ. അപ്പോൾ ആ pH വളരുന്ന ജലാംശത്തിൻ്റെയൊക്കെ കണ്ടൻറ്റുകളെല്ലാം കറക്റ്റായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങിക്കുന്ന തെങ്ങുകൾ മിക്കവാറും തമിഴ്നാട്, മൈസൂർ അവിടെ നിന്നൊക്കെയാണ് തെങ്ങ് തൈകൾ കൊണ്ടുപോകുന്നത്. ഇവിടെ നേഴ്സറിക്കാർ വിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ pH എന്ന് പറയുന്നത് 7. ആ 7 നിൽക്കുന്ന ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് വരും. ഇതിനെ പരിപാലിപ്പിച്ച് നമുക്കിതിനെ രക്ഷപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും അടുത്ത് കിട്ടുന്ന തെങ്ങിൻ്റെ അതുപോലെ തന്നെ നമുക്കൊരു വേറെ കാര്യം പറയണം. നമ്മുടെ ടോമിയേട്ടൻ്റെ തന്നെ പറമ്പിൽ തന്നെ ഇവിടെ ഒരു 50 വർഷം പഴക്കമുള്ള ഒരു മങ്കോഷനുണ്ട്. അദ്ദേഹത്തിൻ്റെ മങ്കോഷന് ഇവിടെ അത് കാണാൻ കിട്ടുമോ? അവിടെ 50 വർഷം, ശരിക്കും പറഞ്ഞാൽ മങ്കോഷൻ എന്നുള്ള പേര് പോലും ആൾക്കാർ കേൾക്കുന്നതിന് മുമ്പ് ഇവിടെ അദ്ദേഹം ആദ്യം നട്ടുപിടിപ്പിച്ചാണ്. അതിൻ്റെ ഒരു തൈ അദ്ദേഹം കൊണ്ട് ഇവിടെ നട്ടുപിടിപ്പിച്ചു. ആ 50 വർഷം പ്രായമുള്ളവർ അതിൻ്റെ തൈ ചോട്ടി കിടന്ന് ചാടി. ഇതൊരു പരിചരണമില്ല, പ്രത്യേകിച്ച് വെള്ളമൊഴിയോ വലിയ കാര്യമായിട്ട് പരിചരണമില്ല. ഈ കൊല്ലം അത് നിറച്ച് പൂത്തിട്ടുണ്ട്. ആദ്യമേ പൂത്തു, നല്ല പച്ചപ്പ്. ആ സമയത്ത് നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ കൂടെ കാണിക്കാം. അദ്ദേഹം വേറെ നമുക്ക് നേഴ്സറിക്കാരെ പ്രൊമോഷൻ ചെയ്യണ്ട. അദ്ദേഹം നേഴ്സറിയിൽ നിന്ന് ഒരു മങ്കോസ്റ്റ് മേടിച്ച് വെച്ചു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു പ്ലോട്ടിൽ തന്നെ ഒരു 10 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ രണ്ട് നിൽക്കുന്നത്. ഇതിന് അദ്ദേഹം വെള്ളം ഒഴിക്കുന്ന പരിചരണം ചെയ്യുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കാം. പക്ഷേ ഇത് കണ്ടത് വാടി നിൽക്കുന്നുണ്ട്. ഈ മങ്കോഷിന് വാടിയിട്ടുണ്ട്, പൂത്തിട്ടില്ല. അതിൻ്റെ പ്രധാന റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആ കൊണ്ടുപോകുന്ന സ്ഥലത്തെ മണ്ണിൻ്റെ pH-ഉം ഇതിൻ്റെ വേരുപടലങ്ങൾക്കുള്ള കഴിവ് കുറവുണ്ട്. അപ്പോൾ ഒറ്റ പ്ലോട്ടിൽ അഥവാ 10 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരേ സസ്യം രണ്ടും നിൽക്കുന്നു. പക്ഷേ ഒന്ന് ഈ ഇവിടുത്തെ തന്നെയുള്ള മരത്തിൻ്റെ
പാകി മുളപ്പിച്ചതും ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ. അപ്പം നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് ഏറ്റവും നല്ല കായ്ഫലം തരുന്ന എന്ത് സസ്യമുണ്ടോ അത് നമ്മുടെ പറമ്പിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ നടുക. നഴ്സറിയിൽ നിന്ന് മാക്സിമം മേടിക്കേണ്ടതെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്ക് ഈൽഡ് കിട്ടാൻ സ്വന്തം ഫാമിൽ നിന്ന് തന്നെ നടുക, അതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇത് കണ്ടാൽ തന്നെ അറിയാം, പെട്ടെന്ന് തന്നെ 10 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള 2 മംഗോസ്റ്റിൻ. അത് കായ്ച്ചു, ഇത് കാച്ചില്ല, ഇത് വാടി നിൽക്കും. ഇതിന് പരിചരണം കൂടുതലുണ്ട്. അപ്പം നമുക്കിതൊരു കർഷകർക്ക് വലിയൊരു അറിവ് തന്നെയാണത്. ഓക്കെ, സന്തോഷം.